ഇപ്പോൾ പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ ദീപാരാധന ചടങ്ങുകൾ ഇവിടെ നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കാനായി അവിടെ കാത്തു നിൽക്കുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും. സജീവ് സിവാരൂർ കൂടി ഇപ്പോൾ സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട്. സജീവ ഭക്തി സാന്ദ്രമാണ് സന്നിധാനം. എത്രയോ ഭക്തരാണ് കാത്തിരുന്ന, എത്രയോ കാലങ്ങളായി, എത്രയോ ദിവസങ്ങളായി കാത്തിരുന്ന ആ കാഴ്ച അവരിലേക്ക് എത്താൻ പോവുകയാണ്. മണിക്കൂറുകളായി കാത്തിരുന്ന തിരുവാഭരണ ഘോഷയാത്ര ഇതാ ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി ഏത് നിമിഷവും ശ്രീകോവിൽ നട തുറന്ന് ദീപാരാധന പൂർത്തിയാക്കിയുള്ള ഭഗവാന്റെ ദർശനമാണ്. സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പന്റെ ദർശനമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ നിമിഷം ഈ സന്നിധാനമുള്ളത്. എത്ര ദിവസങ്ങളായുള്ള കാത്തിരിപ്പാണ് ഈ സന്നിധാനത്ത്. ഈ മനുഷ്യരെല്ലാവരും ഭക്തിയുടെ മാത്രം പേരിൽ ഈ സന്നിധാനത്തെ തടിച്ചുകൂടിയവർ ഈ കാടെന്നോ ഏതു തരം ഭൂമിയെന്നോ ഒന്നും നോക്കാതെ വന്യമൃഗങ്ങളുടെ ഒക്കെ ശല്യമുള്ള മേഖലകളിൽ പോലും പർണശാലകൾ അടിച്ച് തമ്പടിച്ച് കാത്തിരുന്ന മനുഷ്യരുടെ ആ ഭക്തിയുടെ നിർവൃതിയിലേക്ക് എത്രയോ നേരമായി ഇവിടെ തിരുവാഭരണ ഘോഷയാത്രയെ കാത്തിരിക്കുകയായിരുന്നു. എത്രയോ നേരമായി അവർ എവിടെ എത്തി തിരുവാഭരണ ഘോഷയാത്ര എന്ന ചോദ്യങ്ങളുമായി കാത്തിരിക്കുകയായിരുന്നു. ആദ്യം മരക്കൂട്ടത്തും പിന്നീട് ശരംകുത്തിയിലും എത്തിയതോടുകൂടി വലിയ ആവേശത്തിലേക്ക് ഇവിടെ ശരണം വിളികൾ മുഴക്കിയുള്ള വലിയൊരു ആവേശത്തിലേക്ക് അവർ കടക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വലിയ നടപ്പന്തലിൽ പിന്നിട്ട് തിരുവാഭരണ ഘോഷയാത്ര 18ാം പടി കടന്നുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീകോവിൽ നടക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി മഹാദീപാരാധനയാണ്. മഹാദീപാരാധന എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ മകരവിളക്ക് ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കാനുള്ള അവസരം. അയ്യപ്പനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ട്, അതായത് നേരത്തെ തന്ത്രിയൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ മറ്റൊരു ഭാവമാണ് ഈ ശബരിമല സന്നിധാനത്തുള്ളത്. അങ്ങനെ ആഭരണങ്ങൾ അണിഞ്ഞ അയ്യപ്പനൊന്നുമല്ല, കർപ്പൂരപ്രിയനും കളഭപ്രിയനും ഒക്കെ ആയിട്ടുള്ള ഒരു അയ്യപ്പനാണ്. ആ അയ്യപ്പനാണ് ഇന്ന് തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ, അതും തന്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവ് കൊടുത്തുവിട്ട ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ദീപാരാധന. ആ ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ ശബരിമല സന്നിധാനത്ത്. ദീപാരാധന തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റോളം മാത്രമാണ് ദീപാരാധനയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പിന്നീട് സൂര്യൻ ഉദിച്ചുയരുന്നത് കാണുന്ന പൊന്നമ്പലമേട്ടിൽ, അതായത് സന്നിധാനത്ത് എന്ന് നിന്നാലും രാവിലെ നോക്കുമ്പോൾ ഈ കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നിന്റെ പ്രഭയോടെ ഉദിച്ചു വരുന്ന ഒരു ഉദയസൂര്യനെ കാണാം. ആ ഉദയസൂര്യനല്ല ഇന്ന്, അതിനുമപ്പുറം ശോഭയോടെ മകരവിളക്ക് തെളിയുകയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ സന്നിധാനമാകെ. എത്രയോ ലക്ഷം മനുഷ്യർ ഇവിടെ ഒരേ ദിശയിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഏത് ഭാഷ, ഏത് ജാതി, ഏത് മതം എന്നൊന്നും അറിയാതെ മനുഷ്യരിങ്ങനെ തമ്പടിച്ച് പർണശാലകളും എവിടെയൊക്കെ നിന്നാൽ ഈ ദർശനം സാധ്യമാകുമോ അവിടെയെല്ലാം തടിച്ചു കൂടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. എത്രയും പെട്ടെന്ന് ദീപാരാധന പൂർത്തിയാകും. ദീപാരാധനയ്ക്ക് തൊട്ടു പിന്നാലെ മകരജ്യോതി ദർശനം. നേരത്തെ ചിന്തിച്ചതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ ഏതാണ്ട് 6:15 കഴിഞ്ഞ ഉടൻ തന്നെയാണ് തിരുവാഭരണ ഘോഷയാത്ര ഈ 18ാം പടി ചവിട്ടി മലയിലേക്ക് കയറിയത്. ഇനിയുള്ളത് ദീപാരാധന പൂർത്തിയാകുക, പിന്നീട് മകരജ്യോതി ദർശനം. ഇവിടെ ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, അത് ശരണം വിളിയാണ്. ഈ പൊന്നമ്പലവാസനെ സ്തുതിക്കുകയാണ് ഈ മനുഷ്യരെല്ലാവരും, ഈ ഭക്തരെല്ലാവരും, ഈ തീർത്ഥാടകരെല്ലാവരും. 18 മലകളുടെ അധിപനാണ് അയ്യപ്പൻ എന്നാണ് പറയുന്നത്. വിശേഷണം അങ്ങനെയാണ്. ആ 18 മലകളിൽ ഒന്നിലാണ് ഈ പൊന്നമ്പലമേടുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നേരിട്ട് കാണാൻ കഴിയുന്ന നിലയിൽ, ഈ പൊന്നമ്പല തിരുമുറ്റത്ത് നിന്നാൽ നേരിട്ട് കാണാൻ കഴിയുന്ന നിലയിൽ അങ്ങ് പൊന്നമ്പലമേടുണ്ട്. അവിടെ ഏതാണ്ട് സൂര്യാസ്തമയം പൂർത്തിയായിരിക്കുന്നു. ഇനി ജ്വലിക്കുന്നത് അയ്യപ്പന്റെ പൊൻപ്രഭയാണ്. ഈ പൊൻപ്രഭ ഒരു നോക്ക് കണ്ട് വണങ്ങാൻ എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് ഈ മനുഷ്യരെല്ലാവരും. ഇന്ന് ഏതാണ്ട് രാവിലെ മുതൽ തന്നെ അവർ ഏതാണ്ട് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തമ്പടിച്ച് എവിടെ നിന്നായാലും മകരജ്യോതി കാണണം എന്ന പ്രതീക്ഷയിൽ അവർ കാത്തിരിക്കുകയാണ്.
ആ കാത്തിരിപ്പിനൊടുവിലാണ് ഒരുപക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങിപ്പോകും. എത്രയോ ദിവസങ്ങളായി, ഏതാണ്ട് ഈ മാസം 9 മുതൽ തന്നെ പർണശാലകൾ പലയിടത്തായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. പാണ്ഡിത്താവളത്തിലും അങ്ങനെ പല സന്നിധാനത്തിന്റെ പല മേഖലകളിൽ. അതിനൊപ്പം പുല്ലുമേട്ടിൽ നിന്ന് കാത്തു നിൽക്കുന്ന മനുഷ്യർ, ഇപ്പുറത്ത് പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് കാത്തു നിൽക്കുന്ന മനുഷ്യർ, അങ്ങനെ എത്രയോ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ അയ്യപ്പന്റെ ദിവ്യജ്യോതി കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി ഈ മനുഷ്യരുള്ളത്. അതിനെല്ലാം ഏതാനും നിമിഷങ്ങൾക്കകം ഇതിനൊക്കെ ഒരു ശുഭപര്യവസാനം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ ഇവരെല്ലാവരും കിഴക്ക് പൊന്നമ്പലമേട്ടിലേക്ക് തൊഴുകൈകളുമായി നിന്ന് പ്രാർത്ഥനയോടുകൂടി ശരണം വിളികളുമായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ശബരിമല സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത്. എങ്ങും ശരണം വിളി മാത്രമാണ്. അത് എത്ര മനുഷ്യർ എത്ര കണ്ഠങ്ങളിൽ നിന്ന് ആ ശരണം വിളി ഉയരുന്നു എന്നൊന്നും ഒരു കണക്ക് തന്നെ പറയാൻ കഴിയില്ല. അത്രയധികം അനുഭൂതി നിറഞ്ഞൊരു അനുഭവമായി ഈ ശബരിമല സന്നിധാനത്തെ കാഴ്ചകൾ മാറുകയാണ്. എത്രയോ മനുഷ്യരാണ് സ്വന്തം വീടുകളിൽ നിന്ന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ്, നമ്മുടെ കേരളത്തിലെ മാത്രം ഒരു ഉത്സവം അല്ലല്ലോ ഇത്, അങ്ങ് തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ളവർ എത്രയോ വന്നിരിക്കുന്നു. വിദേശങ്ങളിൽ നിന്ന്, മലേഷ്യ അടക്കമുള്ള പല വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ മനുഷ്യരുണ്ട്, യൂറോപ്പിൽ നിന്നെത്തിയ മനുഷ്യരുണ്ട്. അങ്ങനെ ഈ തീർത്ഥാടന കാലമാകെ വൈവിധ്യം നിറഞ്ഞ ഒരുപാട് മനുഷ്യരെ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു സന്നിധാനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ സന്നിധാനത്ത് ഇനിയുള്ളത് ഈ ഒരു തീർത്ഥാടന കാലത്തെ ഏറ്റവും അസുലഭമായ നിമിഷമാണ്. അതാണ് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനം. എന്തായാലും ദീപാരാധന ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരും അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന്, മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന് ദീപാരാധന ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും ഇവിടെ ദീപാരാധന പൂർത്തിയാക്കാം. പിന്നീട് അക്ഷമരായുള്ള മനുഷ്യരുടെ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ടുള്ള പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി ദർശനമാണ്. വിശ്വാസങ്ങളും മിഥ്യയും എന്നൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ശ്രീകൃഷ്ണ പരുന്ത് അല്പസമയം മുമ്പ് ഈ സന്നിധാനത്തിന് മുകളിൽ കൂടി വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയും കണ്ടു. മകരനക്ഷത്രത്തിന്റെ ദിവസമാണിന്ന്. ഇന്ന് ഉത്തരായനത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് നടന്ന അപൂർവം, ഇന്ന് രാവിലെ നടന്ന മകരസംക്രമ പൂജ, അങ്ങനെ ഒരു അപൂർവ സന്ദർഭത്തിന്റെ ഇനിയൊരു നല്ല കാലത്തിന്റെ തുടക്കമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ആ ശുഭ ദിനത്തിലാണ് ഭാരതീയർ ഒന്നാകെ തന്നെ പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ ഏർപ്പെടുന്ന അതേ ദിവസത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ മകരവിളക്കുത്സവം നമ്മുടെ ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ എന്നല്ല, ഇപ്പൊ കുംഭമേള ഒരു വശത്ത് നടക്കുന്നു. പക്ഷെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം മനുഷ്യർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഉത്സവമുണ്ടോ?